കാലിക പ്രസക്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആസന്നമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ എൻ്റെ ഒരു പഴയ തെരഞ്ഞെടുപ്പ് കാല ഓർമ്മ അനുസ്മരിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. 1976 ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിനായി കോട്ടയം ബസേലിയസ് കോളേജിൽ എത്തുമ്പോൾ വളരെ ഭയമായിരുന്നു എന്നെ സംബന്ധിച്ച്. തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും പട്ടണത്തിലെ കലാലയത്തിൽ എത്തിയതിൻ്റെ പകപ്പ്. ആ കാലഘട്ടത്തിലെ കലാലയം പ്രീ ഡിഗ്രി ക്ലാസ്സുകൾ ഉള്ളതിനാൽ പ്രൗഢവും ബഹുലവും ആയിരുന്നു. ക്യാമ്പസ് രാഷ്ട്രീയം ഏതൊരു നവാഗതനെ പോലെ എന്നെയും ആകർഷിച്ചു. പ്രത്യേകിച്ച് SFI പ്രസ്ഥാനം. ശ്രീ സുരേഷ് കുറുപ്പിനെ പോലെ മാതൃകയുള്ള ജില്ലാ നേതാക്കൾ ഏതൊരു വിദ്യാർത്ഥിയുടെയും ഹരമായിരുന്നു. പഠനവും സംഘടനാ പ്രവർത്തനവും മാന്യതയുള്ള ജീവിതവും ആ പ്രസ്ഥാനത്തിലെ ഓരോ കോമ്രേഡിനും അനിവാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പെൺകുട്ടികളോടുള്ള പെരുമാറ്റം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും തെറ്റുണ്ടായാൽ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ പ്രസ്ഥാനം തന്നെ ആ ആളിനെ പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. വൈകിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലും തിരുനക്കരയിലും ഒക്കെയുള്ള സൗഹൃദ കൂട്ടായ്മകൾ സാഹിത്യ, രാഷ്ട്രീയ, സാംസ്കാരിക ഔന്നത്യം പുലർത്തിയതായിരുന്നു. കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് നിത്യവും മുടങ്ങാതെയുള്ള സന്ദർശനം വായനയുടെ പുതിയ വാതായനങ്ങൾ തുറന്നു കിട്ടാൻ ഇടയായി. കോട്ടയം ജില്ലാ കമ്മിറ്റി CPIMൻ്റെ ഓഫീസ് എന്നും സ്മരണയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ശ്രീ KM എബ്രഹാം, ശ്രീ വൈക്കം വിശ്വൻ തുടങ്ങി മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട നേതാക്കന്മാർ, ചുമട്ടുതൊഴിലാളി നേതാക്കന്മാരും മറ്റ് സംഘടനാ പ്രവർത്തകരും മറ്റും രാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും അനുകരണീയമായ ജീവിതശൈലികളുടെയും മാതൃകകളായിരുന്നു. 1980 പാർട്ടി മെമ്പർഷിപ്പിലേക്ക് ഞാൻ എത്തപ്പെട്ടപ്പോൾ സോഷ്യലിസം കൈവരിച്ചു എന്ന പ്രതീതിയായിരുന്നു എനിക്ക്. ഇന്നത്തെ പോലെ ഏത് പാർട്ടിയിൽ നിന്നും വലിഞ്ഞു കയറി വരുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്ന മെമ്പർഷിപ്പല്ല. പ്രത്യയശാസ്ത്രാടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാന വീക്ഷണവും പ്രവർത്തനവും ന്യൂനത കൂടാതെ കാഴ്ചവെക്കുന്നവർ പാർട്ടി ഗ്രൂപ്പിലേക്കും അവിടെ നിന്നും കാൻഡിഡേറ്റ്ഷിപ്പിലേക്കും പിന്നീട് അടുത്ത സ്ക്രൂട്ടണിയിൽ യോഗ്യതയുണ്ടെങ്കിൽ പാർട്ടി അംഗത്വത്തിലേക്ക് അഥവാ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും എത്തപ്പെടുന്ന സ്ഥിതിവിശേഷം. അവിടെ ഓരോ അംഗത്തിനും പ്രവർത്തിക്കേണ്ട വർഗ ബഹുജന സംഘടനകൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇന്ന് ഒരൊറ്റ വർഗ ബഹുജന സംഘടന മാത്രമേ ഉള്ളൂ, പാർലമെൻ്ററി തലം. കോഴിക്കോട്ട് പഠനത്തിനായി താമസിക്കുമ്പോൾ കേളുവെട്ടനെയും മറ്റു സഹാക്കളെയും ഒക്കെ അടുത്തറിയാൻ ഇടയായത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ഏറെ മതിപ്പും താല്പര്യവും വളർത്തി. ആ കാലഘട്ടത്തിലാണ് ഷഹാവ് അജിതയുമായി പരിചയപ്പെടാൻ ഇടയായത്. കോട്ടയത്തെയും മലബാറിലെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു പത്തനംതിട്ടയിലെ നേതാക്കൾ. ജാതിമത സമവാക്യങ്ങൾ കൂട്ടിക്കലർത്തിയ അഴകുഴമ്പൻ രീതി, അടിസ്ഥാനവർഗബോധ സമീപനവും പ്രത്യയശാസ്ത്രബോധവും ഉള്ളിൽ സൂക്ഷിച്ചവർ വളരെ കുറവായിരുന്നു ഇവിടെ. എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്ത് പണം, സ്ഥാനമാനങ്ങൾ ഇവ നേടിയെടുക്കാൻ മറ്റൊരിടത്തും കാണാത്ത ഒരു വെമ്പൽ. ശ്രീ P. രാമകൃഷ്ണനെ പോലെ പത്തനംതിട്ടയിലെ പാർട്ടിക്ക് അടിസ്ഥാനമിടാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ വിസ്മരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇടുക്കള മാപ്പിള, മത്തായി ജോക്കോ തുടങ്ങി നിരവധി ആളുകൾ ഇന്നും മനസ്സിൽ ഉണ്ട്. റാന്നിയിൽ തിരിച്ചെത്തിയ ഞാൻ നാട്ടിലുള്ള ഒരു സഹകരണ സംഘം തിരഞ്ഞെടുപ്പ് കാണാൻ പോയി. ഒറ്റനാട് സർവീസ് സഹകരണ സംഘം തിരഞ്ഞെടുപ്പ്. നക്സൽ നേതാവ് അജിതയുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച് കീഴ്വായ്പൂർ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. എൻ്റെ മാതാവിൻ്റെ ബന്ധുക്കളിലായിരുന്ന ചെറുകര പാലിക്കാമണിലെ തമ്പിച്ചായനും പാലിക്കാമണിൽ പാപ്പിച്ചായനും ഇടപെട്ട് ഞാൻ മോചിപ്പിക്കപ്പെട്ടു. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ റാന്നിയിൽ തുടർന്നു. അടുത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അങ്ങാടിയിൽ ശ്രീ ബിജിൽ പനവേലിക്കെതിരെ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. പാർലമെൻ്ററി വ്യാമോഹം തെല്ലുമില്ലാതിരുന്ന് ഞാൻ അത് നിരസിച്ചു. തുടർന്ന് CPIM അങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഇന്ന് മത്സരിക്കാൻ വേണ്ടി മാത്രം പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവർ ഉള്ളൊരു കാലം.
വർഗബഹുജന സംഘടനാ ചുമതലകൾ വഹിച്ച് ഡിവൈഎഫ്ഐ കർഷക സംഘം താലൂക്ക് സെക്രട്ടറിയായും ജില്ലാ ഭാരവാഹിയും ഒക്കെയായി പൂർണ്ണസമയം തികഞ്ഞ സംഘടനാ പ്രവർത്തകനായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. പാർട്ടിയുടെ 13ാം കോൺഗ്രസ് മുന്നോടിയായി പാർട്ടി ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന കാലം. ലോക്കൽ സമ്മേളനം അടുത്ത ടീമിലേക്ക് എന്നെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നു. താലൂക്ക് സമ്മേളനവും തിരുവല്ലയിലെ ജില്ലാ സമ്മേളനവും കഴിഞ്ഞ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഞാൻ തുടർന്നു. MVRന്റെ ബദൽ രേഖ ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനങ്ങൾ ആ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഘർഷഭരിതമായ ചില ഉൾവിളികൾ ഉടലെടുത്തു. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം എന്നോട് ഏറ്റവും ശക്തമായി ഉയർന്ന ആത്മചോദ്യം ജീവിതത്തിൽ നിന്റെ തെരഞ്ഞെടുപ്പ് ശരിയാണോ എന്നതായിരുന്നു. എന്തോ ഒരു നഷ്ടബോധം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. വളരെ ചെറുപ്പത്തിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു ഞാൻ. വിധവയായ എൻ്റെ മാതാവിനോടും അനാഥരായ എൻ്റെ സഹോദരങ്ങളോടുമുള്ള എൻ്റെ കടമകൾ മറന്ന് എനിക്ക് എങ്ങനെയാണ് സമൂഹത്തെ ആത്മാർത്ഥമായി സേവിക്കാൻ കഴിയുക? തികഞ്ഞ ഒരു യാഥാസ്ഥിതിക ക്രിസ്തീയ കുടുംബത്തിൽ പിറന്ന എന്നെ കമ്മ്യൂണിസ്റ്റായി കാണാൻ കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. 1987 പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിൽ നിന്ന് ഞാൻ അവധിയെടുത്തു. കലുഷിതമായ എൻ്റെ ഹൃദയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ മനഃപൂർവ്വമായി ഞാൻ നടത്തിയ ശ്രമം എന്നെ യേശു കർത്താവിലേക്ക് തിരികെ എത്തിച്ചു. അതിനെന്നെ സഹായിച്ച നിരവധി ആളുകളുണ്ട്. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ ശ്രീ പി ഡീച്ചാണ്ടി, കണ്ണൻമേരൂർ കപ്പാമുട്ടിൽ കുട്ടിച്ചായൻ, കീക്കുരൂർ കുളങ്ങര ശ്രീ KP സാവുമേൽ, എൻ്റെ വല്യമ്മച്ചി അന്നമ്മ, എൻ്റെ മാതാവ് സൂസി ടീച്ചർ, അങ്ങനെ ആ പട്ടിക നീളുന്നു. യേശു ക്രിസ്തുവിങ്കിലേക്കുള്ള മടങ്ങിവരവിന് ശേഷം എൻ്റെ ശൂന്യതാബോധത്തിന് വിരാമമുണ്ടായി. എന്നെ ഇപ്പോഴും കുത്തിനോവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന നിരവധി ആത്മീയ നേതാക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഉണ്ട് എങ്കിലും ആരോടും എനിക്ക് പരിഭവം ഇല്ല. ന്യായമായി വിധിക്കുന്നവർ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയം വിട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. സ്വർഗീയ രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എൻ്റെ മുമ്പിൽ 2 വഴികളെ അന്നുണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ശ്രീ E.K. നായനാർ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സമയം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ബഹുജന സംഘടനയുടെ താലൂക്ക് സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, തുടർന്നാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാം. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനും പ്രത്യേകിച്ച് എൻ്റെ പാപത്തിനും സമ്പൂർണ്ണ പരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിനെ അനുഗമിക്കാം. ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ തീരുമാനിച്ചു. എനിക്ക് സധൈര്യം പറയാം, കർത്താവ് 100% വിശ്വസ്തൻ. ലോകം സമ്മാനിക്കാൻ സാധ്യതയുള്ള സ്ഥാനങ്ങൾ, പണം, പ്രതാപം, അതിൻ്റെ പ്രയാണം, അന്ത്യം ഭയാനകമായ നരകമാണ്. എന്നാൽ കഷ്ടതയും ഇടുക്കവും ഞെരുക്കമുള്ള ആത്മീയപാതയുടെ അവസാനം അവിസ്മരണീയമായ വിശാലതയും മനോഹരവുമായ സ്വർഗവുമാണ്. ഞാൻ ആ സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ്റെ മാന്യ ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരോടും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം മനോഹരമാക്കാനായിട്ട് ഇടയാകും, ഭയാനകമാക്കാനായിട്ടും ഇടയാകും. ഞാൻ എൻ്റെ ജീവിതം കർത്താവിനെ സമർപ്പിക്കുകയും ക്രിസ്തുവിനെ ശിഷ്യനാകാൻ തീരുമാനിക്കുകയും ചെയ്ത മുഖാന്തരം എനിക്ക് ലഭിച്ച മനോഹരമായ വിശാലതയും അനുഗ്രഹീതമായ സ്വർഗവും, ആ പാതയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യുക്തമായ തീരുമാനം കൈക്കൊള്ളുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്ത് നിർത്തുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ സജി ജോൺ.